അദ്ദേഹത്തിന് വിജയിക്കെങ്കിലും അതിനിടയ്ക്ക് സ്ഥല നിവാസികളുടെയും അതുപോലെ അവിടുത്തെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടു എന്നുള്ള പേരിലും ബയോട്ടർ അറ്റാക്ക്, അതായത് 84 അദ്ദേഹത്തിന്റെ ആളുകൾ അവിടെയുള്ള 200ഓളം ഈ റെസ്റ്റോറൻറ്റുകളിൽ സാൽമോണല്ല വൈറസിനെ കയറ്റി വിട്ടു എന്നുള്ള പരാതിയൊക്കെ വരുന്നു. അങ്ങനെ 33ഓളം കേസ് ചാർജ് ചെയ്യപ്പെടുന്നു അദ്ദേഹത്തിന്. പക്ഷെ കേസുകൾ മിക്കവാറും വിട്ടുപോവുകയാണ്. പക്ഷേ ഈ ഷമാൻ മാരേജും എമിഗ്രേഷൻ റൂൾസിനും പേരിലുള്ള കേസുകൾ മാത്രം സ്ഥാപിക്കപ്പെടുകയും അതിൽ അദ്ദേഹത്തിന് $30 ലക്ഷത്തോളം അടച്ചുകൊണ്ട് അദ്ദേഹത്തെ അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യുന്നു. ഈ ഡീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 21ഓളം രാജ്യങ്ങളിൽ അദ്ദേഹം കുടിയേറ്റത്തിന് ശ്രമിക്കുന്നു. പക്ഷെ എല്ലാവരും അത് നിഷേധിക്കുന്നു. അപ്പോഴ് ഇങ്ങനെ അവിടെയും ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള ജീവിതമാണ് അദ്ദേഹം നയിച്ചിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന് 93ഓളം റോൾസ് റോയ്സ് കാറുകൾ. അതേസമയത്ത് ആ 3 വർഷം അദ്ദേഹം ആശ്രമത്തിനകത്ത് തീരെ ആരോടൊന്നും സംസാരിക്കാതെ, അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരുന്ന മാ ഷീല ആനന്ദ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയായിട്ട് മാത്രമേ അത്യാവശ്യം കാര്യങ്ങൾ സംസാരിക്കാറുള്ളായിരുന്നു. ബാക്കിയൊക്കെ മൗനത്തിലിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ അത്രയും രസകരമായ ഒരു കഥ അവിടെ പറയുന്നുണ്ട്. ഒരു അദ്ദേഹത്തിന്റെ അടുത്ത കൗണ്ടിയിലെ ബിഷപ്പ്, ആ ബിഷപ്പിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ബൈബിൾ മറന്നുപോയിരിക്കും, ക്രിസ്തുവിനെ മറന്നുപോയിരിക്കും എല്ലാ സൺഡേ ക്ലാസ്സുകളിലും. പക്ഷേ ഓഷോയെ മറക്കാറില്ലായിരുന്നു. ഓഷോയല്ല, എൻ്റെ കാറുകളെ അദ്ദേഹം മറക്കാറില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ സൺഡേ ക്ലാസ്സുകളിലും ഓഷോയുടെ ലക്ഷറിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ റോൾസ് റോയ്സ് കാറിനെ കുറിച്ചും വിമർശിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബിഷപ്പ് ഇദ്ദേഹത്തെ ഡീപ്പോർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു കത്തെഴുതുകയാണ്. പ്രിയ ഓഷോ, താങ്കൾ ഏതായാലും ഇവിടെ നിന്ന് വിട്ടുപോവുകയാണല്ലോ. താങ്കൾക്ക് വേണ്ടതിലധികം റോൾസ് റോയ്സ് കാറുകളുണ്ട്. അതിലൊരു കാറ് ഈ പാരിഷിന് തന്നാൽ അത് വളരെയധികം ഉപകാരപ്രദമായ ഒരു പ്രവർത്തനമായിരിക്കും എന്നൊരു കത്തെഴുതുന്നു. ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത്, ഒരാൾ എന്തിനെ എതിർക്കുന്നുവോ അത് എപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയും അവസാനം അദ്ദേഹം അത് ആയിത്തീരുകയും ചെയ്യുന്നു. എതിർക്കുന്നത് എന്തോ അതായിത്തീരുന്ന ഒരവസ്ഥ. മാത്രമല്ല, ഈ ബിഷപ്പ് ഈ റോൾസ് റോയ്സ് കാറിനെ വിമർശിച്ചുകൊണ്ടിരുന്നത് അതിനോടുള്ള വിയോജിപ്പ് കൊണ്ടല്ല, പകരം അത്ര ഒന്നും തനിക്കില്ല എന്നുള്ളതിൽ നിന്ന് വിഷമത്തിലാണ്. നമ്മൾ നേരത്തെ കണ്ട അർജുനന്റെ അതേ പ്രശ്നമാണ്. അപ്പോഴേ പിന്നെ ഇന്ത്യയിലായിരിക്കുമ്പോഴായാലും പിന്നീട് ഇന്ത്യയിലായിരിക്കുമ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ സോഷ്യലിസം, പിന്നെ ഗാന്ധി, ഇതിനെയൊക്കെ വളരെയധികം ശക്തമായി വിമർശിച്ചുകൊണ്ടിരുന്നു. സോഷ്യലിസ്റ്റ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, സോഷ്യലിസം എന്ന് പറഞ്ഞത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അല്ല, കമ്മ്യൂണിസ്റ്റിന് ബദലായിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിനെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സോഷ്യലിസം സോഷ്യലൈസ് പോവർട്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ദാരിദ്ര്യത്തെ സാമൂഹ്യവൽക്കരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം സോഷ്യലിസ്റ്റിനെതിരായിരുന്നു. സോഷ്യലിസം എന്ന് പറയുന്നത് എല്ലാവരെയും ഈ പറഞ്ഞ പോലെ ഒന്നാക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് എല്ലാവരും ഒന്നല്ല, എല്ലാവരും ജെനുവിനാണ്. അപ്പം ഈ UN-ന്റെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ലേഖനമുണ്ട് ഒരു ബുക്കിൽ. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നു, മനുഷ്യാവകാശ പ്രഖ്യാപനം നമ്മളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു. അത് തുടങ്ങുന്നത് തന്നെ മനുഷ്യരെല്ലാവരും സമന്മാരാണെന്നാണ്. ശുദ്ധ തട്ടിപ്പ്. മനുഷ്യരെല്ലാവരും അസമന്മാരാണ്. ഓരോന്നും ഓരോ ജെനുവിനായ അസമത്വമുള്ള ഓരോ പുഷ്പങ്ങളാണ്. ഈ പുഷ്പങ്ങളെ സമന്മാരാണെന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളൊരു വലിയ തട്ടിപ്പാണ്. യഥാർത്ഥത്തിൽ സമൂഹത്തിലൊട്ട് സമത്വം ഇല്ലാതാനും. എന്നിട്ട് നിങ്ങൾ ഇവിടെ സമന്മാരാണെന്ന് പറയുന്നത് വലിയൊരു തട്ടിപ്പാണ്. ഇത് മനുഷ്യാവകാശ പ്രഖ്യാപനം മനുഷ്യരെ വഞ്ചിക്കുന്ന ഏറ്റവും വലിയൊരു രേഖയാണെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരിതുണ്ട്. അതുപോലെ ഗാന്ധിയെക്കുറിച്ച്, ഗാന്ധി അദ്ദേഹം വിളിച്ചത് മസോക്കിസ്റ്റ് എന്നാണ്. സ്വയം പീഡകനായ, ഹു വർഷിപ്ഡ് പോവർട്ടി, ദാരിദ്ര്യത്തെ ആരാധിച്ച, അതുപോലെ എല്ലാവിധ ആധുനികതയെ എതിർത്ത. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം യന്ത്രം എന്ന് പറഞ്ഞാൽ ചർക്കയിൽ അവസാനിക്കുന്നു. ചർക്കയുടെ എക്സ്റ്റൻഷനാണ് മറ്റ് യന്ത്രങ്ങളെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഗാന്ധി വിമർശകനായിട്ടും. അപ്പോൾ അത് പറയുമ്പോൾ MN റോയിയെ കണ്ടതായിട്ടൊരു കഥ അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ പ്രൊഫസർ കാലഘട്ടത്തിൽ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ അന്ന് MN റോയിയെ കുറിച്ച് അദ്ദേഹം പറയുന്നു. MN റോയ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മഹാനായ കമ്മ്യൂണിസ്റ്റ്, റഷ്യയിലെ പോളിറ്റ് ബ്യൂറോ മെമ്പർ,
ലോകത്ത് തന്നെ വളരെയേറെ ആൾക്കാർ റഷ്യൻ പോളിറ്റ് ബ്യൂറോയിൽ മെമ്പർ ആവുന്നുള്ളൂ. അതിലൊരാളാണ് ഇന്ത്യയിലെ രമൺ റോയ്, അതിതീക്ഷണാശാലി. പക്ഷേ ഇന്ത്യയിൽ വന്ന് അദ്ദേഹം ഒന്നുമല്ലാതെ ആവുന്നു. അങ്ങനെ ട്രെയിനിൽ നിന്ന് കാണുമ്പോൾ ഓഷോയോട് ചോദിക്കുന്നു, ഞാനിവിടെ ഈ പ്രസ്ഥാനം കട്ടിപ്പടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇദ്ദേഹം പറയുന്നു, ചിലപ്പോൾ ഇത് സാങ്കല്പിക കഥയാവാം, അദ്ദേഹം കണ്ടിട്ടൊന്നും ഉണ്ടാവണമെന്നില്ല. അദ്ദേഹം പറയുന്നു, നിങ്ങൾ സിഗരറ്റ് വലിക്കാറുണ്ട്, പാൻസാണ് ഇട്ടത്, ഷർട്ടും കോട്ടും ഒക്കെ ഇടുന്നുണ്ട്, നിങ്ങൾ ഇതൊക്കെ വലിച്ചു കളയുക, എന്നിട്ടൊരു കോണകം എടുക്കുക, മുട്ടയടിക്കുക, ഒരു വടിയും കുത്തിപ്പിടിക്കുക. എന്ന് പറഞ്ഞാൽ ഗാന്ധി ഉണ്ടാക്കിയ ഒരു വ്യാജ പ്രതീകമുണ്ട്. ആ പ്രതീകത്തിന് നിങ്ങൾക്ക് മറികടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇന്ത്യയിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളൊരു പരാജയമായിരിക്കും എന്ന് പറയുന്നതായിട്ട്. അപ്പോൾ ഇങ്ങനെ വളരെ കോൺട്രവേഴ്സിയായ ഒരു ലൈഫ് നയിച്ചുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് യോജിച്ചാലും വിയോജിച്ചാലും അവഗണിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമായിട്ട് ഒരൊറ്റ വ്യക്തി, ഒരു വ്യക്തിക്ക് അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന് ദൈവത്തിനെ കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നു, ദൈവമൊന്നുമില്ല, എന്ത് ദൈവം, ഏത് ദൈവം? പക്ഷെ നിങ്ങൾക്ക് ദൈവികനാവാൻ പറ്റും. ഓരോ മനുഷ്യനും ദൈവികനാവാൻ പറ്റും. ആ ദൈവികനാകാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ധ്യാനാവസ്ഥയിലെത്തണം. നിങ്ങളുടെ ഈ എൻലൈറ്റ്മെന്റ്, ബോധോദയം ഉണ്ടാകുന്ന അവസ്ഥയോടുകൂടി നിങ്ങൾ ദൈവികനാവുന്നു. നിങ്ങൾ പറയുന്നതെല്ലാം ഉപനിഷത്തുകളാവുന്നു. ഈ ഉപനിഷത്താണെങ്കിൽ അപ്പോൾ ഈ ബോധോദയത്തെക്കുറിച്ച് അദ്ദേഹം എന്ത് പറഞ്ഞു എന്നും കൂടെ ഒന്ന് പറയാതെ ഇത് അവസാനിപ്പിക്കുന്നത് ശരിയല്ല. ബോധോദയത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ബോധോദയം എന്ന് പറഞ്ഞാൽ നോ മൈൻഡ്നെസ്, അമാനസിക അവസ്ഥ. എങ്ങനെയാ മലയാളത്തിൽ പറയാമെന്ന് എനിക്കറിയില്ല. അമാനസം എന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ശുദ്ധശൂന്യമാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പ്രപഞ്ചവും നിങ്ങളും ഒന്നാണെന്ന് തോന്നുകയും ഒരു അതിയായ ആനന്ദാതിരേകത്തിലെത്തുമെന്നും അദ്ദേഹം പറയുന്നു. ഇതെത്തിക്കഴിഞ്ഞാൽ എല്ലാം, നിങ്ങൾ പറയുന്നതെല്ലാം ഉപനിഷത്തുകളായിരിക്കും. അപ്പോഴേ ഇവിടെയുള്ള പ്രശ്നം, അതേസമയത്ത് തന്നെ മറ്റ് ഈ പല ഈ പറഞ്ഞ ബോധോദയക്കാരും പറയുക, ഇപ്പോൾ ഉദാഹരണത്തിന് യോഗേന്റെ ആളുകളൊക്കെ പറയുക, നിങ്ങൾ ധ്യാനാവസ്ഥ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണെന്ന് പറയും. പക്ഷെ ഇദ്ദേഹം പറയുന്നത് കോൺസെൻട്രേഷൻ അല്ല. നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പ്രവൃത്തിയിൽ ബോധപൂർവ്വം ഏർപ്പെടുകയാണ്. അത് നിങ്ങളെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈഗോയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. ഞാൻ വലിയ യോഗിയാണെന്ന് കരുതാൻ തുടങ്ങും. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നിങ്ങൾ ഈ മനസ്സിൽ നിന്ന് പുറത്ത് കടക്കുക. അദ്ദേഹം മനസ്സിനെ തള്ളിക്കളയുന്നില്ല. അദ്ദേഹം പറയുന്നു, ഓഫീസിൽ നിങ്ങൾക്ക് മനസ്സ് വേണം, മനസ്സാണ് നിങ്ങളുടെ ടൂൾ. പക്ഷേ നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ, മനസ്സ് നിങ്ങളെ ടൂളാക്കുകയാണ്. യഥാർത്ഥത്തിൽ മനസ്സിനെ നിങ്ങൾക്ക് ടൂളാക്കാൻ കഴിയണം. ഇത് പറയുമ്പോൾ മനസ്സ്, നിങ്ങൾ എന്ന് പറഞ്ഞ രണ്ട് സാധനം, വ്യത്യസ്ത എൻറ്റിറ്റീനെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ വ്യത്യസ്ത എൻറ്റിറ്റിയിൽ നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളെയും കൂടെ നിരീക്ഷിക്കാൻ കഴിയുന്ന എന്തോ ഒന്നിനെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലോ. ആ എന്തോ ഒന്ന് അതിനെ പുറത്തു നിർത്തി നിങ്ങളെ വാച്ച് ചെയ്യൂ. അതാണ് വാച്ചർ ഓൺ ദ ഹിൽ, അല്ലെങ്കിൽ ഒരു നിരീക്ഷകനാവുക. ഞാനിപ്പോൾ സംസാരിക്കുന്നത്, എൻ്റെ ഫോണിലേക്ക് നോക്കി സംസാരിക്കുന്നത് ഞാൻ തന്നെ നിരീക്ഷിക്കുന്ന ഒരവസ്ഥയുണ്ടാകുമ്പോൾ ഞാനും എൻ്റെ മനസ്സും പുറത്ത് ഒരു സംഭവം തോന്നുന്നുണ്ടല്ലോ. എല്ലാവർക്കും അനുഭവപ്പെടുന്നതാണ്. നമ്മൾ ഉള്ളിൽ ഒരു രണ്ടാളുകളായിട്ട് എപ്പോഴും ഒരു കാര്യം തന്നെ തീരുമാനിക്കുമ്പോൾ രണ്ടാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ, അതിങ്ങനെ ചെയ്താൽ ഇങ്ങനെ. അപ്പോൾ അവിടെ രണ്ട് പേരുള്ളത് പോലെ ഉണ്ടാവും. ഈ രണ്ട് പേരുള്ളതിൽ ഒന്നിനെ അദ്ദേഹം ശരിക്കും കാണുന്നത് ഒരു സോളിന്റെ, എനിക്ക് തോന്നിയതാണ്, ഒരു സോളിന്റെ പാർട്ടായിട്ടാണ്. ആ സോളിനെ പുറത്തു നിർത്തിക്കൊണ്ട് നിങ്ങളെ വീക്ഷിക്കാൻ തുടങ്ങുക. ഈ സമയത്ത് നിങ്ങൾക്ക് ബോധോദയം നേടാമെന്ന് അദ്ദേഹം പറയുന്നു. ഞാനിത് വലിയ പരീക്ഷിക്കാത്തതുകൊണ്ട് ഞാൻ ബോധോദയം നേടിയിട്ടില്ല, ആ അർത്ഥത്തിലുള്ള ബോധോദയം നേടിയിട്ടില്ല. ഇനി അപ്പോഴിങ്ങനെ ഒരവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു? നിങ്ങൾക്ക് ഈ ലോകത്തിലുള്ള ഒന്നിനോടും പ്രത്യേകിച്ച് ആഭിമുഖ്യമില്ലായ്മയോ ഉണ്ടാവുന്നില്ല. ഇവിടെയാണ് നേരത്തെ മനോജ് ആദ്യത്തെ സൂചിപ്പിച്ച ഒരു കാര്യത്തോടെ കുട്ടി പറയട്ടെ. ഈ ബുദ്ധനും മാർക്സിനെയും യോജിപ്പിക്കണമെന്ന് ഓഷോ പറയുന്നത് അവിടെയാണ് ഈ പറഞ്ഞ കമ്മ്യൂണിസം സെൻ ഫയർ ആൻഡ് വിൻഡിൽ അദ്ദേഹം കൃത്യമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് സ്റ്റാലിൻ റഷ്യയിൽ യഥാർത്ഥത്തിൽ നല്ലൊരു കമ്മ്യൂണിസ്റ്റിന് വേണ്ട ചുറ്റുപാടുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ജനങ്ങൾ ഇനിയും കമ്മ്യൂണിസത്തിന് പാകമായിട്ടില്ല. അതെന്തുകൊണ്ട്? അവരിൽ ധ്യാനം നിറയ്ക്കണം. ഇപ്പോഴും മനുഷ്യരവിടെ സ്വാർത്ഥരായിട്ടാണ് നിൽക്കുന്നത്. അദ്ദേഹം പറയുന്നു, സ്റ്റാലിനെ ഏറ്റവും കൊല്ലേണ്ടി വന്നത് അവിടുത്തെ കർഷകരെയാണ്. എന്താണ് കാരണം?
ഒരു പിടി മണ്ണുള്ള, ഞാൻ നേരത്തെ ഒരു കഥയിൽ പറഞ്ഞ 2 കോഴിയുണ്ടെങ്കിൽ 1 കോഴിയെ കൊടുക്കാൻ തയ്യാറല്ലാത്ത കർഷകനെ, 10 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ അത് സർക്കാരിന് വിട്ടുകൊടുക്കാൻ തയ്യാറാത്ത കർഷകനെ, അവർക്ക് മണ്ണിനോടുള്ള ആർത്തിയെ ഞെരിച്ചമർത്തേണ്ടി വന്നു സ്റ്റാലിന്. യഥാർത്ഥത്തിൽ ഇവിടെയാണ് വ്യക്തിയുടെ നിസ്വാർത്ഥമായ ഒരു ഉയർച്ച ആവശ്യമാണ് കമ്മ്യൂണിസ്റ്റിനെന്ന് ഓഷോ പറയുന്നത്. നിങ്ങളുടെ വ്യവസ്ഥയെ കമ്മ്യൂണിസ്റ്റ് ആക്കുമ്പോൾ തന്നെ ഓരോ വ്യക്തിയും കമ്മ്യൂണിസ്റ്റ് ആവുക എന്നുള്ള നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഓഷോട് തന്നെയാണ് യോജിപ്പ്. കാരണം എത്രയും വലിയ കമ്മ്യൂണിസം പറയുന്ന നേതാക്കൾ പോലും അവസാനം കറപ്ഷനും സ്വന്തം ആസ്തി വർദ്ധിപ്പിക്കാനും എത്തുന്നത് അവർ വ്യക്തിപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് ആവാത്തത് കൊണ്ടാണ്. അതിപ്പോൾ നമ്മളും ആയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ സ്വകാര്യ സ്വത്ത് എത്ര വർദ്ധിപ്പിക്കാമെന്നാണ്. അത് നമ്മളിപ്പം പറയും നമ്മുടെ വ്യവസ്ഥയുടെ കുറ്റാണെന്ന്. പക്ഷേ ഈ വ്യവസ്ഥ അതില്ലാതാക്കാൻ ശ്രമിച്ചാൽ അപ്പോൾ നമ്മൾ പ്രതിഷേധിക്കുകയും ചെയ്യും. ഈ സ്വത്ത് നഷ്ടപ്പെടുന്ന ഓരോരുത്തരും നമ്മൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റിന്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യമാണ് ഓഷോ സംസാരിച്ചത്. ഓഷോ അപ്പോൾ എൻലൈറ്റൻമെന്റിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. ആ എൻലൈറ്റ്മെന്റ് എന്താണെന്ന് എനിക്കറിയില്ല. ബാക്കി ഇനി നമുക്ക്